ശരിക്കും ബ്ലഡിന് ലിവറിൽ കൂടെ കയറി ഹാർട്ടിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടൊരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസം ബോഡി തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ശരിക്കും അത് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, വർഷങ്ങളായിട്ട് നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു ബ്ലീഡിങ് വന്നാൽ, അതായത് നമ്മൾ ഛർദ്ദിക്കുന്ന ഒരു ബ്ലഡ് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന ഒരു നില എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൊമിറ്റിംഗ് നിർത്താൻ വേണ്ടി, ബ്ലഡ് അവിടെ നിന്ന് ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളവിടെ കോട്ടറൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ ബ്ലീഡിങ് ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ, കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും ബ്ലീഡിങ് വന്നിട്ടില്ലാത്ത ആൾക്ക് 5ഉം 6ഉം പ്രാവശ്യമൊക്കെ ബാൻഡിങ്ങും എൻഡോസ്കോപ്പിക് ബാൻഡിങ് ഒക്കെ ചെയ്ത പേഷ്യൻസിനെ കാണാറുണ്ട്. പക്ഷെ അത് ശരിക്കും നമ്മുടെ ബോഡി അവർക്ക് വേണ്ട റിപ്പയർ മെക്കാനിസം ചെയ്യുന്നത് പോലും ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു തെറ്റായ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് അത് പോകുന്നതായിട്ടാണ്. കാരണം പ്രിൻസിപ്പിൾ നമുക്ക് സയൻറ്റിഫിക്കലി റീസൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാടില്ല. ഓൺലി ബ്ലീഡിങ് വരുമ്പോൾ ബ്ലീഡിങ് നിൽക്കാനായിട്ട് നമ്മൾ ഈ കോട്ടറൈസേഷനും എൻഡോസ്കോപ്പിക് ആയിട്ടുള്ളതൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ അവിടെ വെരിസസ് ഉണ്ടെന്നുള്ളതിൻ്റെ പേരിൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്.